പെട്ടി വേണ്ട. ഇനി എങ്ങോട്ടാ? അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കണ്ടു. ആ കണ്ടു. ഒരു ഓട്ടോയിലങ്ങ് കേറിക്കോ. ശരി, ഒരു ഓട്ടം പോണം. നീ ഇതെങ്ങോട്ടാ വരുന്നത്? നീ ഇവിടെ നിന്നാ പോ. വണ്ടി എടുക്ക്. ഇങ്ങോട്ടാ സാർ? ഞാൻ പറയാ എടുക്ക്. ഇനി അയാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ആ ലെഫ്റ്റ് സൈഡിലുള്ള ഇട റോഡിലേക്ക് നടക്ക്. ആ നിങ്ങൾ പറഞ്ഞ ഗേറ്റിനകത്ത് കയറി. ഇനി ഞാൻ നേരെയാണ് നടക്കുന്നത്. ആ വെളുത്ത ബിൽഡിങ്ങിനോട് ചേർന്നുള്ള മതിൽ കണ്ടോ? മതിലോ? കണ്ടു. ഇനി ആ പെട്ടി അതിനപ്പുറത്തേക്ക് ഇട്ടിട്ട് ചാടിക്കും. ഇട്ടു. ചാടടോ. ഞാൻ ചാടാനോ? ചാടടോ. ചാടാ. മുന്നോട്ട് നടക്ക്. സ്ഥലം മനസ്സിലായി കാണുമല്ലോ. തനിക്ക് അക്കൗണ്ട് ഉള്ള തന്റെ നിധി സൂക്ഷിക്കുന്ന ഫെഡറൽ ബാങ്ക്. കാം ഡൗൺ. ഇനി കൂടെ വന്നവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് താൻ മാത്രം അകത്തോട്ട് കയറ്. കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ. എവിടെ എന്റെ മോളെവിടെ? ഞാൻ പറയുന്ന പോലെ താൻ ചെയ്യേ. 4 കോടി രൂപ തന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാനേജറോട് പറ. നിനക്ക് നിന്റെ മോളെ ജീവനോടെ കാണണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യടാ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു 4 crores ഒരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. Tell me. Details പറയൂ. എനിക്കൊരു ഷീറ്റ് പേപ്പർ ഉണ്ട്. പറയൂ. 0032670518 27916 670-518 27916 27916. ഓക്കെ. ഈ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ ഓക്കെ. ഈ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഈ എമൗണ്ട് ഈ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കും. ഓക്കെ? ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. വെൽക്കം സർ. എക്സ്ക്യൂസ് മീ, ഇപ്പൊ വന്ന ആ ജയശങ്കർ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തത് ഏത് അക്കൗണ്ടിലേക്കാ? ഫെഡറൽ ബാങ്ക് എറണാകുളം ബൈപ്പാസ് റോഡ് ബ്രാഞ്ചിലേക്കാ. യെസ്, ട്രാൻസ്ഫർഡ്. താങ്ക് യു. ട്രാൻസ്ഫർ. ഗുഡ്. നിനക്ക് നിന്റെ മോളെ ജീവനോടെ കിട്ടിയിരിക്കും. ഫെഡറൽ ബാങ്ക് ബൈപ്പാസ് ബ്രാഞ്ച് ഏരിയ. ഓവർ ഓവർ. Within 20 minutes, നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിലെത്തും. ഓക്കെ? താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഹലോ, ആരാ ഇത്? ഡാഡി, മോളെ ക്യാഷ് കൊടുക്കരുത്. ഐ ഹാവ് എസ്കേപ്ഡ്. ഓഫ്.
അവൻ എനിക്കിട്ടുണ്ടാക്കിയിട്ടാ ഈ പരുവത്തിലായത്. അവൻ ജന്മത്ത് വിചാരിച്ചിട്ടുണ്ടാവില്ല അവന്റെ അണ്ണാക്കിൽ എടുത്ത് കൊടുക്കുന്നു. കൈ, 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 കൈ. ഹലോ എടാ, അയ്യപ്പനാടാ. എടാ നിങ്ങൾ എവിടെയാ? ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടടാ. കാശ് കിട്ടിയോ? കിട്ടിടാ, കാശ് നമുക്ക് കിട്ടി. കിട്ടിയാ? നമ്മൾ രക്ഷപ്പെട്ടടാ. ശംഭു, കാശ് കിട്ടിയടാ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അവിടെ നിന്നോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെടാ. ശരി, ഓക്കെ. ശരി. നിന്ന് മോങ്ങാൻ സത്യം പറയടാ. കുറച്ചു മാസം മുമ്പ് ടൈ കെട്ടിയ ഒരു ബാങ്ക് ഓഫീസർ വന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ഒരു അക്കൗണ്ട് തുടങ്ങാൻ. എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ അങ്ങേര് വന്ന് കുറെ പേപ്പർ കൊണ്ടുവന്നിട്ട് അവിടെ ഒപ്പിട്, ഇവിടെ ഒപ്പിട്, ഇവിടെ ഒപ്പിടെന്ന് പറഞ്ഞ് അവര് പറഞ്ഞ പേപ്പർ എല്ലാം കൂടെ ഒരു 150 ഒപ്പ് ഞാൻ ഇട്ട് കൊടുത്ത്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനപ്പേ ഇത്രയും ഒപ്പ്? അപ്പോഴയാള് പറയണ എല്ലാം ചേട്ടന്റെ നല്ലതിന് വേണ്ടിയാണെന്ന്. അത് ഇത്രയും വലിയ പാരയാവോന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്റെ മുതലാളി ഒരു പാവാണ്. എന്താടാ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇത്രയും ഒപ്പിടല്ലെന്ന്. ഒരു ദുർബല നിമിഷത്ത് ഒപ്പിട്ട് പോയതാണ് സാറേ. എന്റെ കൊലയാണ് സത്യം. നീങ്ങ വാ, വാടാ. എന്നെ കൊണ്ടുപോകല്ലേ സാറേ, ഞാനൊരു പാവം കരിക്ക് വെട്ടുകാരനാണ്. തള്ളല്ലേ, കേറിക്കോളാം. പിന്നെ സാറേ, 2 ആഴ്ചക്ക് മുമ്പ് ബാങ്കിൽ നിന്ന് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന പേപ്പറും സാധനങ്ങളൊക്കെ അവന്മാര് വന്ന് തിരിച്ചു വാങ്ങിച്ചോണ്ട് പോയി. എന്തൊരോ കുഴപ്പമുണ്ട്, ശരിയാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു. പിന്നെ അവന്മാരെ ഇതുവരെ പെട്ട പാടെ കാണാനില്ല. ചിലക്കേണ്ടിരിക്കടാ, വണ്ടി എടുക്ക്.